ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം എല്ലാവരും പിള്ളേരൊക്കെ ഇറങ്ങി വരണേക്കാൾ മുമ്പ് ഇവിടെ നിന്ന് അടിച്ചിടണം, അല്ലെങ്കിൽ അടിച്ചിടാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടം മകളായിരിക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ടാ ചേട്ടനെ കണ്ടിട്ട് ഞാൻ വെഡിങ് ആനിവേഴ്സറി ചെയ്യാൻ മറന്നുപോയി. സാറിലടി കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല വെഡിങ് ആനിവേഴ്സറി എന്നാ ഇല്ലേ, ഞാൻ മറന്നു. ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചേ. ചേട്ടൻ നമുക്ക് വീണ്ടും വിളിച്ചു വരുത്തി വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാം. ഓക്കെ, അപ്പം വേഗം അടിച്ച് വൃത്തിയാക്കി എടുത്തെ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മേടിച്ചു പൊറോട്ടയും കറി, ഗ്രീൻ പീസ് കറി. ഇന്ന് അനിലേട്ടൻ്റെ അമ്മയും അപ്പനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അമ്മാമ്മയും പാപ്പനും അവർ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ അവരും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ പരിപാടിക്ക് അവരും ഉണ്ടാവും. അവരവിടെ നിന്ന് പോകുന്നുണ്ട്. അവരൊന്നും അധികം നമ്മുടെ വീഡിയോയിൽ അങ്ങനെ വന്നിട്ടില്ല. ഇടയ്ക്ക് കൊണ്ട് ഏതോ പ്രാവശ്യം നമ്മൾ കോഴിക്കോട് പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ കാണിച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പോയപ്പോഴാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. ലീ ചേച്ചിയുടെ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഞങ്ങളങ്ങനെ മീൻസ് അവരെ എപ്പോഴും മീറ്റ് ചെയ്യണില്ലല്ലോ. നമ്മൾ കോഴിക്കോട് പോണ നേരത്ത് മാത്രമേ അവരെ കാണാറുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ കൂടെ നമുക്ക് മാമനെയും പാപ്പനെയും കാണാം കേട്ടോ. എല്ലാവരെയും കാണും. ആ ചെടിയുടെ കുഴി എന്ത്, ചെടിയുടെ അടിയിൽ വെള്ളം കെട്ടി കിടക്കണ്ടാവും. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അളിയനെ ഇവിടെ മുറ്റം അടിച്ചു വാരിക്കൊണ്ടിരിക്കുക. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അളിയ. ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പാവം നിൽക്കണമൊക്കെ ചാക്കും പിടിച്ച് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മുറ്റടിക്കലായിരുന്നു. അനിലളിന് വലിയൊരു ടാസ്ക് കൊടുക്കാനുണ്ട്. ചെറിയ ടാസ്ക് ഒന്നുമല്ല അളിയാ. ഞാനിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയിണ്ടായേ. വീട്ടിലേക്ക് പോയപ്പോളേ സ്കൂട്ടറിൻ്റെ മറ്റേ ഫ്രണ്ടിലുള്ള ആ ഒരു പെട്ടിയില്ലേ മൊബൈലൊക്കെ വെക്കണേ, അപ്പം അതിൽ ഞാൻ മൊബൈൽ വെക്കാനായിട്ട് ഞാൻ മൊബൈൽ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നേ. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം തടയണ്, ഒരു സാധനം തടയണ്. അപ്പോൾ എന്തായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റണല്ലോ. അപ്പോൾ ആ സാധനം അതിൻ്റെ ഉള്ളിലുണ്ടാവും. നിർത്തി കളയോ? അല്ല, അതിൻ്റെ ഉള്ളിലുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല. പക്ഷെ അത് പോയോ? ഉണ്ടോ? കൊമ്പഞ്ചെല്ലി എന്നോ? കൊമ്പഞ്ചെല്ലി കണ്ടോ? ആ ചേട്ടാ ചേട്ടൻ തോന്നണ്ട. ബാ അല്ലേ ടോയ്ലറ്റിലേക്ക് ഉപയോഗിക്കുന്ന ചെറിയ ബ്രഷ് ഉണ്ടോ? ആ സാധനം കണ്ടിട്ട് പിരിച്ചിങ്ങെടുത്തായി. ടോയ്ലറ്റ് ബ്രഷ് ഇല്ലേ, അതിനെടുത്തു. ഞാൻ കയ്യിൻ്റെ ഉള്ളിൽ ഇടാണ്ട് നന്നായി. വലിയ കൊമ്പൊക്കെ ഉള്ള സാധനമാണ്. എനിക്കത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ. അപ്പോൾ എങ്ങനെയാ നടക്കുമോ? കൈ കൊണ്ട് എൻ്റെ കാലുമ്പോൾ പിടിച്ചെടുത്തിട്ട് കളഞ്ഞൂടെ? കൈ കൊണ്ട് എൻ്റെ കാലുമ്പോൾ എടുത്തിട്ട് കളയാൻ പറ്റില്ലേ? കൈ കൊണ്ട് അതിൻ്റെ കാലുമ്പോൾ പിടിച്ച് പുറത്തേക്ക് എടുത്ത് കളയാൻ പറ്റില്ലേ? അല്ല, കൊമ്പഞ്ചെല്ലി തെങ്ങിനെ നശിപ്പിക്കണം. പിന്നെ മീൻ ടാങ്ക് ഇപ്പോഴും കൂടി ഉണ്ട്. ചണ്ടിയൊക്കെ നിറഞ്ഞ്, പക്ഷെ മീനുകളൊന്നും ഇല്ല. മീനുകളൊക്കെ ഏതോ തവള തിന്നിട്ട് പോയി. ഇപ്പൊ പാമ്പൊക്കെ കയറുന്നത്, അതായത് വണ്ടി ഇങ്ങനെ ഇരിക്കില്ലേ, ഇവിടെയൊക്കെ ഓട്ടോകളില്ലേ, ഇവിടെ ഇവിടെ കോട്ടയുണ്ട്. ഈ ഓട്ടയെ കൂടെ ഒക്കെ ഉണ്ടോ? ഇങ്ങനത്തെ ഓട്ടയിലൊക്കെ പാമ്പ് ഉള്ളിക്കൂടെ കയറിപ്പോയി ഉള്ളിലിരുന്നിട്ട് വണ്ടി ഓടണെടുത്ത് പുറത്തേക്ക് വരും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിക്ക് ഒന്ന് വൈബ്രേഷനൊക്കെ ചെയ്യുമ്പോൾ പാമ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അതുകൊണ്ട് എങ്ങനെ എടുക്കണേ? കിട്ടുമോ? അതിൻ്റെ ഉള്ളിൽ കയറുമോ? കാണിച്ച് കിട്ടുന്നത് പുറത്തേക്ക് എടുക്കാം. പറന്നു കൂട്ടാ. അതിൻ്റെ ഉള്ളിൽ പോണേട്ടാ പോയി. അത് വല്ല രാത്രി പറന്നു വന്ന് വീണതായി കൂടി. പ്രശസ്ത കൊമ്പഞ്ചെല്ലി കില്ലർ അനിൽ സി മാണിക്ക് നാടിന്റെ ആദരവ്. നീ തുടച്ചിട്ട് സ്ഥലമായോണ്ട് ആർക്കും നടക്കാൻ പാടില്ലേ? നീ തുടച്ചിട്ട് സ്ഥലമായോണ്ട് ആർക്കും നടക്കാൻ പാടില്ലേ? ഓ, എൻ്റെ അക്കോറിയത്തിൻ്റെ സ്ഥിതി കേട്ടോ.
ഒന്നും ഓഫ് ചെയ്തിട്ടില്ല, പഞ്ചസാര ഇട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പാത്രമൊക്കെ അത് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാം. ഞാൻ ആദ്യം തുണികളൊന്ന് മുടക്കട്ടെ. ഓക്കെ, ചായ തലച്ചോണ്ടിരിക്കുന്നു. ചായ ഊറ്റുന്ന കടമ ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത ചായ ഊറ്റൽ വിദ്വാൻ സണ്ണി ട്യൂബിനാണ്. അതെ, അപ്പൊ ഞാൻ ചായ ഊറ്റാം. ഈ ആൾക്കാരൊക്കെ ഒന്ന് വിളിക്കുക, എനിപ്പിക്കുമോ? ഗുഡ് മോർണിംഗ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഞാൻ പറഞ്ഞാണെങ്കിലും താങ്ക് യു. അപ്പോ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താണ് പപ്പിയ്ക്കും മമ്മിക്കും കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? കൊടുക്കാനുള്ള വേറെ ഒരു മെസ്സേജും ഇല്ല. നന്നായി ഇനി മുന്നോട്ടേക്ക് ലൈഫ് മുന്നോട്ടേക്ക് പോരട്ടെ. ഒരു ദേഷ്യവും വാശിയും ഒന്നും ഇല്ലാണ്ട് സ്നേഹത്തോടെ മുന്നോട്ടേക്ക് പോട്ടെ എന്നാണ് നിന്റെ ആഗ്രഹം. ഓ, ആ ഒരു ചെറിയ മനസ്സിൽ നിന്നും പുറത്തേക്ക് വന്ന ആ വലിയൊരു മെസ്സേജ്, അത് എന്തായാലും വളരെ അഭിനന്ദനാർഹമാണ്. നന്ദി നന്ദി. വേറെന്താണ് പറയാനുള്ളത്? വേറെ ഒന്നും പറയാനില്ല. മുകളിൽ ഇരിപ്പുണ്ട് ആര്? വെഡിങ് ആനിവേഴ്സറിക്കാര്. ആ, അവരിപ്പോ വരും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എന്താണ് റോണി അവസരത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇനി ഒരിക്കലും അവര് സെപ്പറേറ്റ് ആവാണ്ടിരിക്കാൻ എല്ലാരും പ്രാർത്ഥിക്കണം. എപ്പോഴും ഒരുമിച്ചിരിക്കണം. എന്നിട്ടാ ഒരിക്കലും ഫൈറ്റ് ചെയ്യരുത്. എപ്പോഴും സന്തോഷമായിരിക്കണം. ഈ അവസരത്തിൽ ഗ്രേസിന് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? എന്തെങ്കിലുമൊക്കെ പറ. ലിജി ആന്റിയുടെയും അനിലങ്ങളുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പൊ അവരൊക്കെ ഒരു മെസ്സേജ് പറയും. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറ. അടിപൊളിയാവട്ടെ എന്ന് പറ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറ. മര്യാദയ്ക്ക് പറ. ഉറക്കപ്പിച്ചു വന്നിരിക്കുന്നു. ഇനി ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു മെസ്സേജ് നമുക്ക് കൈമാറാൻ പോകുന്ന ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ പ്രശസ്ത സിജി. എന്റെ സണ്ണി. പറയാം, ഞാൻ ഏത് തരത്തിലുള്ള പ്രശസ്തയാണ്? നീ എല്ലാ തരത്തിലും പ്രശസ്ത. പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നുമില്ല. സന്തോഷമായിട്ട് സമാധാനമായിട്ട് അവർ ജീവിക്കട്ടെ. അവര് തമ്മിൽ അവരുടെ സ്നേഹം ഓരോ കൊല്ലം ചെല്ലും തോറും കൂടി വരട്ടെ. അവര് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ അവര് നമ്മളെ സ്നേഹിക്കുള്ളൂ. അവരിൽ സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ അവര് നമ്മളെ സ്നേഹിക്കില്ല. അപ്പൊ ഇപ്പോൾ ഉള്ള ആ സന്തോഷവും സമാധാനവും ദൈവം എന്നും നിലനിർത്തി കൊടുക്കട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ചേച്ചി ആൻഡ് ചേട്ടൻ. ആള് കൊള്ളാട്ടോ. അത് ഈ ഒരു പ്രാസംഗികയായി മാറേണ്ടതാണ് ശരിക്കും. അപ്പൊ ഇനി ഇതൊന്നുമല്ല, നമുക്ക് ഏറ്റവും പ്രശസ്തിയായ വേറെ ആളുണ്ട് ഇവിടെ. നിന്റെ അടുത്തേക്ക് വന്നിട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ ആദ്യം കൊച്ചിന്റെ അടുത്തേക്ക് പ്രശസ്തരുടെ. ഞാൻ ഓൾറെഡി രാവിലെ മെസ്സേജ് വിട്ടൂടെ. വീട് ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാ 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 വാ. ഓ, പൊറോട്ടയ്ക്ക് ഇരിപ്പ് കണ്ട. സ്റ്റീവേ, അനിലങ്ങളുടെയും ലിജി ആന്റിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പൊ സ്റ്റീവിന് എന്നിട്ട് പറയാനുള്ളത്? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അതന്നെ മനസ്സിന്റെ ഉള്ളിൽ പറഞ്ഞു. പറയൂ, പ്രശസ്ത പറയൂ, എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത്. ഈ പ്രശസ്തകളൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോ എല്ലാവരും പറയണ പോലെ തന്നെ എല്ലാം അടിപൊളിയായിട്ട് ഇനി എല്ലാരും പറഞ്ഞ പോലെ ഇത്രയും നാളത്തെക്കാളും അടിപൊളിയായിട്ട് ഒരു ലൈഫ്. അതാണ് എനിക്ക് ആശംസിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ, വേറെ അതിലും കൂടെ എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെ പറയേ. അങ്ങ് 1985 അനിലങ്ങൾ ജനിക്കുമ്പോൾ അനിലങ്ങൾ വിചാരിച്ചിരുന്നോ? അങ്കിളോ? അങ്കിളല്ല, അനിൽ ചേട്ടൻ. 85 ഞാനാ ജനിച്ചത്. എന്തായാലും അളിയനും പെങ്ങൾക്കും എല്ലാവിധ വെഡിങ് ആനിവേഴ്സറി വിഷസും നേരുന്നു. ഇനിയും കുറേ കാലം ഈ സിജി ചേച്ചി പറഞ്ഞ പോലെ ഓരോ വർഷവും കൂടട്ടെ എന്നല്ല, ഓരോ ദിവസവും അവരുടെ സ്നേഹം വളർന്ന് പന്തലിക്കട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്കാര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെഡിങ് ആനിവേഴ്സറി ടു യു അളിയാ ചേച്ചി. വെഡിങ് ആനിവേഴ്സറി ടു യു. ഇറങ്ങ് ഭയോ, ഇറങ്ങ്. ബൊക്കൊന്നുമില്ല, നിങ്ങളെ പൊറോട്ട കൊണ്ടാണ് നിങ്ങൾ ആദരിക്കുന്നത്.
വെഡിങ് ആനിവേഴ്സറിക്ക് പൊറോട്ട ഉണ്ട്. വായോ വായോ വായോ, അമ്മ എവിടെയാ? വാ വാ. അമ്മ ബ്രഷ് ചെയ്യാനുള്ളൂ. ഇരിക്കൂ ഇരിക്കൂ. അയ്യോ എന്നോട് ചോദിക്കാൻ മറന്നേ. അപ്പൊ ഇങ്ങനെ ഇപ്പോ എത്രാമത്തെ 26ാമത്തെ വെഡിങ് ആനിവേഴ്സറി, 26ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ അനിലേട്ടനും ലീ ചേച്ചി, അനിലേട്ടോടെ നിൽക്ക്. ലീ ചേച്ചിക്ക് എന്നിട്ട് പറയാനുള്ള ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ഇരുത്തോളൂ. എന്താ പറയാനുള്ള? എന്തായാലും 26 വർഷം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തീർന്നു പോയി. എല്ലാം പെട്ടെന്നായിരുന്നു. ഞങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇന്നലെ കൂടെ പറയായിരുന്നു 26 വർഷം നമ്മൾ പൂർത്തിയാക്കിയല്ലേ എന്ന്. അത് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു പോയി. പിന്നെ വളരെ സക്സസ്ഫുള്ളി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് വരെ ദൈവകൃപയാൽ ദൈവാനുഗ്രഹത്താൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സന്തോഷമായി സുഖമായി സമാധാനമായി നീങ്ങുന്നു. ഇനി അങ്ങനെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു. അയ്യോ ചേട്ടനോടെ പോയി, അത് പറഞ്ഞിട്ട് ചേട്ടൻ ഓടി പോയല്ലോ. ചേട്ടൻ പറയട്ടാ, 26ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ വീണ്ടും ഒരു 26 വർഷം കൂടെ ഉണ്ടാകട്ടെ എന്ന്. 26 മതിയോ? ഓ ചേട്ടൻ ഇപ്പോഴെ തീരുമാനിച്ചു 26 വർഷം കൂടി മതിയെന്ന്. അന്നേരം പിന്നെ പറയാലോ. ചേട്ടൻ പറയാനുള്ള ഒരു ഇവിടേക്ക് കുറച്ച് വെട്ടക്കുറവുണ്ട്. കോഴിക്കോടിന്റെ ആ സൽപുത്രൻ ചീരാങ്കുഴി മാണിയുടെ സന്തോഷ ഭാജനം അറിയില്ല. ഭാജനം വനിയിടാനും പറഞ്ഞ. എന്തായാലും 26 വർഷമായി. അപ്പൊ ഇവിടം വരെ എത്തിയതില് മൂലമുള്ള ആൾക്ക് നന്ദി പറയുന്നു. വെരി ഗുഡ്. ടാറ്റ ബൈ ബൈ. ഹാപ്പി ആനിവേഴ്സറി ചേട്ടാ. താങ്ക് യു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് കുഴപ്പമില്ല. അപ്പ പറഞ്ഞേ അനിലങ്ങള് അപ്പ അപ്പേ അനിലങ്ങളുടെ അങ്കിളിനെ വിളിച്ചു. കണ്ട അനിലങ്ങൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്കിളിന്ന് വിളിച്ചാലും അപ്പാപ്പെന്ന് വിളിച്ചാലും അനിലങ്ങളുടെ വയസ്സ് അനിലങ്ങൾക്ക് അറിയാം. കഴുകലും തുടയ്ക്കലും തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. പാത്രം കഴുകി വെച്ചു. നമ്മുടെ ഫുൾ ക്ലീൻ ആക്കണേ. നമ്മുടെ ക്ലീനിങ് തീർന്നു. ഇനി കുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. ഫുഡൊക്കെ ഓർഡർ ചെയ്തേക്കണ്ട. എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ വരും, തിന്നാൽ മതി. പിന്നെ ഒന്ന് കുളിച്ച് ഒന്ന് റെഡി ചെയ്യണം. ഞാനിതൊക്കെ തന്നെ ഇട്ടാൽ മതിയല്ലേ? വേറെ ഇടണം. ഇന്നലെ തുടങ്ങിയതിട്ടേക്കണം. ഇതൊന്ന് കുളിച്ച് ഡ്രസ് മാറും. അവനവർക്ക് അറിയില്ലല്ലോ ഇന്നലെ തുടങ്ങി ഞാൻ ഇതിനോട്ട് എങ്ങനെ. പക്ഷെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് അറിയാലോ. ഒന്നും കുഴപ്പമില്ല. ഞാൻ തന്നെ കുളിച്ച് ഡ്രസ് മാറണം. രാത്രി പോലെ മുടി എങ്ങനെയാണോ ഇരിക്കണേ. ആക്രിയിലിട്ടായിരിക്കും നിൽക്കാം. ഇനി അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാം. അപ്പം ഇന്നങ്ങനെ നമ്മുടെ മോളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. മോളുടെയും മോൻ്റെയും. എന്തും പ്രതികരിക്കാത്ത സന്തോഷം. അപ്പം എന്താണ് ഈ അവസരത്തിൽ സെലിനാമ്മയ്ക്ക് അവരെ കുറിച്ച് പറയാനുള്ളത്? അവരെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ചേർന്ന ഒരു ജീവിത പങ്കാളിയെ ദൈവം തെരഞ്ഞെടുത്ത് അതിനെ ഓർത്ത് പ്രത്യേകം ചേച്ചിക്ക് പറ്റിയ ഒരു പങ്കാളിയാണ്, അതാണ് ഉദ്ദേശിച്ചത്. അത് തന്നെ. ചേച്ചിക്ക് തന്നെയല്ല, നമുക്കും നമ്മുടെ കുടുംബത്തിനും നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമുക്കൊരു ചേട്ടനായിട്ട് മരുമോനായിട്ടും ചേട്ടനായിട്ടും എല്ലാമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് തന്നതാണ് ആ മോനെയും. അപ്പം അതിന് 100,000 നന്ദി പറയുന്നു. ഇനിയും അവൻ്റെ ജീവിതം ഏറ്റവും സന്തോഷപൂർണവും ആരോഗ്യപൂർണവും സമാധാനപൂർണവുമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കണേ എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സന്തോഷമുണ്ട്. എൻ്റെ മക്കൾ സന്തോഷത്തോടും സമാധാനത്തോടും എന്നും ജീവിക്കാൻ ഇടവരുത്തണേ എന്ന് ആശിക്കുന്നു. ഇതാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. അമ്മയുടെ മോളുടെ കൂടെ 26 വർഷമായി അല്ലേട്ടൻ ജീവിക്കണേ. ആയിക്കോട്ടെ, നല്ലത്. എൻ്റെ മോളും മോശം നല്ല മോളാണ്. കഷ്ടപ്പാടിൻ്റെ
കണ്ണീരി കൂടി വളർന്ന് വന്ന മോളാണ്. അവൾക്ക് നല്ല ജീവിതം തമ്പുരാൻ കൊടുക്കും എന്ന് ചെറുപ്പത്തിലെ എന്നാലും പ്രസംഗിക്കണ പറയണേ, ആശിച്ചു ആഗ്രഹിച്ചു. ദൈവം കൊടുത്തു. അവൾക്ക് മാത്രം അപ്പൊ നീ നിന്റെ ഞാനും തവിട് കൊടുത്ത് പിടിച്ചു. എന്നെ തവള കൊടുത്ത് പിടിച്ചല്ല, നിന്നെയാണ് തവള കൊടുത്ത് പിടിച്ചത്. നിനക്കെന്തേ നിന്റെ കെട്ടിയോന് എന്താ യോഗ്യത കുറവ്? എനിക്ക് എന്റെ കുട്ടിയൊരു യോഗ്യത കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അമ്മ പറഞ്ഞ അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിച്ചെന്ന്. അതിന്റെ കാര്യം പറയുമ്പോഴല്ലേ നിനക്ക് ജീവിതം കിട്ടണോന്നാ. നിന്റെ വെഡിങ് ആനിവേഴ്സറി ആവണമെന്നാ നിനക്ക് ജീവിതത്തെ കുറിച്ച് പറയുള്ളൂ. ഓക്കെ, അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് വന്നു കൊടുക്കും. അപ്പൊ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഗ്രേസ്, അപ്പൊ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ. അപ്പൊ ഒരു പാട്ട് പാടാം. ഒന്ന് പാടും. മലരേ നിന്നെ കാണാതിരുന്ന അനുഗ്രഹത്തിനധിപതിയേ ആനന്ദ കൃപ പെരുനദിയേ അനുദിനം നിൻ പദഗതിയേ അടിയനു നിൻ കൃപമതിയേ വൻവിനകൾ വന്നിടുകിൽ